കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾ മറികടന്ന് സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗ കാലാവധി 15 നിന്ന് 20 വർഷമായി ഉയർത്താൻ സംസ്ഥാന സർക്കാർ നീക്കം. 2021 കേന്ദ്ര നയപ്രകാരം സർക്കാർ വാഹനങ്ങളുടെ കാലാവധി 15 വർഷമാണ്. വാഹനങ്ങളുടെ കാലാവധി നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരവുമില്ല. ഇത് മറികടന്നാണ് സർക്കാർ നീക്കം. ആഷൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ആഷൻ ഡിയേഗോ. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം അത് വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിന്റെ, നിരത്തിലിറങ്ങാൻ കഴിയുന്നതിന്റെ ഒരു സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടെടുത്ത നിശ്ചയിച്ച പരിധിയാണ് 15 വർഷം. അത് 20 ആക്കി ഉയർത്തുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്താണ്? അസുജിയ, വായു മലിനീകരണം അടക്കമുള്ള ഘടകങ്ങൾ വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ 2011 ഈ പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര നയം അത് കൂടുതൽ ശക്തമാക്കിയത്. ഈ 2019 നയപ്രകാരം സർക്കാർ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങളെല്ലാം 15 വർഷം കഴിഞ്ഞാൽ പൊളിക്കണം എന്നുള്ളതാണ്. ഇതിന് പിന്നാലെ തന്നെ സംസ്ഥാനത്ത് ഏതാണ്ട് 4500ഓളം വരുന്ന സർക്കാർ വാഹനങ്ങൾ ഉപയോഗശൂന്യമായിരുന്നു. മാത്രമല്ല 1115ഓളം KSRTC ബസ്സുകളും കട്ടപ്പുറത്ത് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇത് പിന്നീട് ഈ വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങളടക്കം സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗ കാലപ്പഴക്കം വർദ്ധിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുന്നത്. ഇതിനുവേണ്ടിയുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പ്രകാരം നിലവിലിപ്പോൾ ഈ പുറത്തിറക്കിയിരിക്കുന്ന കരട് വിജ്ഞാപനം തികച്ചും കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ്. കാരണം കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നവയാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാന സർക്കാരുകൾക്ക് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കഴിയില്ല. ഇങ്ങനെ നിൽക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ എന്തായാലും സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സർക്കാർ വാഹനങ്ങളുടെ, പ്രത്യേകിച്ച് പഴയ വാഹനങ്ങളുടെ 15 വർഷം പൂർത്തിയാക്കിയ വാഹനങ്ങളുടെ കാലാവധി 20 വർഷത്തിലേക്ക് കൂടി ഉയർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 900ഓളം, അതായത് 1000-നടുത്തോട്ട് വരുന്ന KSRTC ബസ്സുകളും ഇനി മുതൽ നിരത്തിലിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇതുകൂടി പരിഗണിച്ചാണ് നിലവിലിപ്പോൾ കേന്ദ്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ വാഹനങ്ങളുടെ കാലപ്പഴക്കം 20 വർഷത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സുജയ്. ഇതിൽ കഴിഞ്ഞ തവണ കേന്ദ്രം ഈ പഴയ വാഹനങ്ങൾ അത് റീ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഫീസുകൾ കുത്തനെ കൂട്ടിയിരുന്നു. ഈ ഫീസ് സംസ്ഥാന സർക്കാർ കുറയ്ക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ അത് കുറച്ചിട്ടുമില്ല. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ സാധാരണക്കാർക്ക് അവരുടെ വാഹനങ്ങളുടെ കാലപരിധി 15 വർഷം നിലനിൽക്കുകയാണ്. സർക്കാരുകളുടെ വാഹനം മാത്രം ഇത്തരത്തിൽ 20 വർഷത്തേക്ക് കാലാവധി കൂട്ടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റു വാഹനങ്ങൾ, പ്രത്യേകിച്ച് സ്വകാര്യ വാഹനങ്ങൾ റീ രജിസ്റ്റർ ചെയ്യുമ്പോൾ നേരത്തെ 2500 രൂപ വരെ ആയിരുന്നതൊക്കെ ഇപ്പോൾ 25,000 രൂപ വരെ, ഏതാണ്ട് 10-15 ഇരട്ടിയോളമാണ് ഈ ഫീസ് വർധനവ് ഉയർത്തിയിട്ടുമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ ഈ ഒരു സർക്കാരിന്റെ നീക്കം അത് വിവാദമാകുന്നതും. സുജിയ, ആഷൻ ഡിയേഗോയാണ് വിവരങ്ങൾ നൽകിയത്.